സമ്മാനം പാടിയ പാട്ടിന് ഒക്കത്തിന് സമ്മാനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് പ്രൈസ് ഉണ്ട് ചാച്ചുവിന് എല്ലാത്തിനും. അതുപോലെ കലാപ്രതിഭ ആയിട്ടുണ്ട് കേട്ടോ ചാച്ചു. ഇതുണ്ടോ, കാണണ്ടോ നിങ്ങൾക്ക്? എടുത്ത് കാണിച്ചാൽ ചാച്ചു എടുത്തിട്ടുണ്ട്. ഇത് ചാച്ചുവിന് കിട്ടിയ കലാപ്രതിഭയ്ക്കുള്ളത് അല്ലേ. അർഹിക്കുന്നവരെ നമ്മൾ അഭിനന്ദിച്ചേ മതിയാവുള്ളൂ. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഒരു കൊച്ചുമിടുക്കൻ്റെ കഥയാണ് കേട്ടോ. കൊച്ചുമിടുക്കൻ്റെ ജീവിതമാണ്. ഞാൻ യൂട്യൂബിനകത്ത് ഇങ്ങനെ വീഡിയോസ് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോ ഒരു വ്ളോഗ് എൻ്റെ കണ്ണിൽ കാണാനിടയായി. ഷാജി എന്ന് പറഞ്ഞൊരു യൂട്യൂബറുടെ ഒരു വ്ളോഗറാണ്. എനിക്ക് തോന്നുന്നു സിംഗിൾ മദർ ആണെന്ന് തോന്നുന്നു. ഭർത്താവ് മരിച്ചിട്ട് ഒറ്റയ്ക്ക് മക്കളെ പോറ്റുന്ന ഒരു ഉമ്മയാണ്. ആ ഉമ്മ അവരുടെ മക്കളെ എല്ലാവരെയും എത്തിങ്ങാനയിലേക്ക് പറഞ്ഞയച്ചിട്ട് അവിടെ നിന്നിട്ടാണ് ആൺകുട്ടികളൊക്കെ പഠിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോയുടെ ഹെഡിങ് ഇങ്ങനെയായിരുന്നു: നബിദിനത്തിന് എൻ്റെ മകന് കിട്ടിയ സമ്മാനങ്ങൾ എന്ന് പറഞ്ഞു. ഞാൻ ആ വീഡിയോ തുറന്ന സമയത്ത് ആ വീഡിയോക്ക് ഏകദേശം 90,000 വ്യൂസ് വന്നിട്ടുണ്ട് കേട്ടോ. 90K വ്യൂസ് വന്നിട്ടുണ്ട്. ഞാൻ ആ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അതിലെ ചാച്ചു എന്ന് അവർ പേരിട്ട് വിളിക്കുന്ന, ഓമന പേരിട്ട് വിളിക്കുന്നവരുടെ ഒരു മകന് കിട്ടിയ സമ്മാനങ്ങൾ കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഷാജിദയുടെ പകരം ഞാനായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് ഒത്തിരി അഭിമാനിക്കാവുന്ന ഒരു നിമിഷമായിരിക്കും അത്. ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം മക്കൾക്ക് കിട്ടുന്ന അംഗീകാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ എന്താണെങ്കിലും ആ ഒരു കൊച്ചു വീഡിയോ നമുക്ക് കണ്ടിട്ട് തിരിച്ചു വരാം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ചാച്ചുട്ടിൻ്റെ സമ്മാനം പാടിയ പാട്ടിന് ഒക്കത്തിന് സമ്മാനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് പ്രൈസ് ഉണ്ട് ചാച്ചുവിന് എല്ലാത്തിനും. അതുപോലെ കലാപ്രതിഭ ആയിട്ടുണ്ട് കേട്ടോ ചാച്ചു. ഇതുണ്ടോ, കാണണ്ടോ നിങ്ങൾക്ക്? എടുത്ത് കാണിച്ചാൽ ചാച്ചു എടുത്തിട്ടുണ്ട്. ഇത് ചാച്ചുവിന് കിട്ടിയ കലാപ്രതിഭയ്ക്കുള്ളത് അല്ലേ. ചാച്ചു ഇങ്ങോട്ട് വാ. ചാച്ചുട്ടി ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് ചാച്ചുവിന് എല്ലാത്തിലും ഫസ്റ്റ് കിട്ടിയതിന് കലാപ്രതിഭയ്ക്കുള്ള ട്രോഫി. അതുപോലെ തന്നെ ഒരുപാട് ട്രോഫികൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചാച്ചുവിന് മാത്രമല്ല ഷിബുട്ടിക്കുള്ളത് തന്നെയാണ് ട്രോഫികൾ. ഫസ്റ്റ് ചാച്ചുവിനെല്ലാം ഫസ്റ്റ് സെക്കൻഡ് ഉണ്ടാച്ചു. ഇതൊക്കെ ഫസ്റ്റിന് കിട്ടിയ ട്രോഫികൾ, ഇതൊക്കെ സെക്കൻഡിന് കിട്ടിയ ട്രോഫികൾ കേട്ടോ. പിന്നെ ഇതെന്തിനാ ദഫിന് അല്ലേ. ഇത് അവനിക്ക് ദഫിന് കിട്ടിയത്, ദഫിന് കൊടുത്തത്. പിന്നെ കപ്പ് കേട്ടോ. ഇതിനുള്ളിൽ കപ്പാണ്. ഇത് രണ്ടാൾക്കും കിട്ടിയതാ, രണ്ടാൾക്കാണ്. അതിൻ്റെ ഉള്ളിൽ 2 കപ്പ് ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ 2 സൗണ്ട് ഒക്കെ നല്ല പൊട്ടുന്ന കപ്പുകൾ. നീ ഇരുന്ന് പൊട്ടിക്കണ്ട. അപ്പൊ ഒരുപാട് സന്തോഷം. ഇതാ മെഡലുകൾ കേട്ടാ. ഇത് ഒരെണ്ണം ഒരു ഗോൾഡ് മെഡൽ ഷിബുട്ടിക്ക് കിട്ടിയത് അല്ലേ. ഒരു ഗോൾഡ് മെഡൽ ഷിബുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ 3 ഗോൾഡ് മെഡലും ചാച്ചുവിന് ഒരു വെള്ളിന്റെ മെഡലും കിട്ടിയിട്ടുണ്ട് കേട്ടാ. കാണിച്ചു ചാച്ചു, ഇങ്ങോട്ട് വാ. ഇതല്ല, ഇതൊക്കെ എന്തിനാ ചാച്ചു പറയും? ഇതൊക്കെ എന്തിനാ? ഇതൊക്കെ എന്തിനാ കിട്ടിയ ചാച്ചു? ഗെയിംസ്. ഇതില്ലേ എന്താ എന്തിനൊക്കെ കിട്ടിയത് പറഞ്ഞു കൊടുക്ക്. ഇങ്ങോട്ട് വാ. ക്യാമറന്റെ മുന്നിൽ വരുന്നില്ല കേട്ടാ. ഉമ്മ പറഞ്ഞു ഇതൊക്കെ നീക്കി വെക്കട്ടെ. വാ അവന് ക്യാമറയുടെ മുന്നിൽ വരാൻ മടി. ഇവനും വരില്ല, ഷിബുട്ടിയും വരില്ല. ഞാൻ എന്താ ചെയ്യാ? ഇവരൊന്നും ക്യാമറ മുന്നിലേ വരുന്നു. ഈ ഒരു വീഡിയോയെ കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ചാച്ചു എന്ന് പറഞ്ഞ മകൻ അവന് പറയുന്നുണ്ട് വേറെ ഡിഫറെന്റ് ഐറ്റംസിന് കിട്ടിയതാണ് കേട്ടോ. റുബിക്സ് ക്യൂബ് നന്നാക്കുന്നതിന് 1 കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാഡ്മിന്റണോ വോളിബോളോ അങ്ങനെ എന്തോ ഒന്നിന് കിട്ടിയിട്ടുണ്ട്. പാട്ടിന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഡിഫറെന്റ് കാറ്റഗറി ഓഫ് ഐറ്റംസിൽ കിട്ടിയതാണ്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു ഓവറോൾ പെർഫോമർ എന്നുള്ള രീതിയിലും ആ കുട്ടിക്കെയാണ് ട്രോഫി കിട്ടിയിരിക്കുന്നത്. ഭയങ്കര സന്തോഷം തോന്നി എനിക്കിത് കണ്ടപ്പോൾ. ഉപ്പയില്ലാതെ ജീവിക്കുന്ന ഒരു കുഞ്ഞായിട്ട് പോലും അതിന് എല്ലാവിധ സന്തോഷവും എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവിധ സപ്പോർട്ടും അതിന് ഉമ്മ നൽകുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്.
അപ്പോൾ അതിൽ ആ ഒരു മകൻ്റെ കഴിവ് അത് അംഗീകരിച്ചേ മതിയുള്ളൂ. അപ്പോൾ ആ ചാച്ചു എന്ന് പറഞ്ഞ കുട്ടിക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ, ഒരുപാട് സന്തോഷം. കാരണം ആ ഒരു കുട്ടിക്കുള്ള അംഗീകാരമാണ് 90,000K വ്യൂസ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ എന്നെ പ്രചോദിപ്പിച്ചതും അതുതന്നെയാണ്, ആ ഒരു കുട്ടിയുടെ കഴിവിനെ അംഗീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും എന്താ പറയുക കഴിവുകളുള്ളൊരു കുട്ടി എന്ന് പറയുമ്പോൾ വലിയ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത് ഞാൻ ആ വീഡിയോ നോക്കി കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഉമ്മയുടെ സന്തോഷം, ആ ഒരു ഉമ്മയുടെ സപ്പോർട്ട്. ചാച്ചു എന്ന മകനെ ആ ഒരു ഉമ്മ കൊടുക്കുന്ന സ്നേഹം, ആ ഒരു ഉമ്മ കൊടുക്കുന്ന അംഗീകാരമാണ് ആ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അവർക്ക് ചിലപ്പോൾ വേറെ കോണ്ടന്റുകളൊക്കെ ഉണ്ടെങ്കിൽ കൂടെ ആ ഒരു മകനെ പിടിച്ച് നിർത്തിയിട്ട് ആ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ആ ഒരു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. വളരെ അഭിമാനത്തോടു കൂടെ എൻ്റെ മകൻ കിട്ടിയ പ്രൈസുകളാണെന്ന് പറഞ്ഞ് ഒരുപാട് ട്രോഫികളും പിന്നെ അതുപോലെ തന്നെ ചെയിൻസ്, അതായത് മെഡൽ ചെയിൻസ് ഒക്കെ കാണിച്ചു തരുന്ന സമയത്ത് ആ ഒരു ഉമ്മയുടെ മുഖത്തുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയുണ്ട്. അപ്പോൾ മക്കളുടെ സന്തോഷത്തിന് സന്തോഷം കണ്ടെത്തുക എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യം തന്നെയാണ് കേട്ടോ. പലപ്പോഴും പല ആളുകളും അത് അവഗണിക്കുന്നതാണ്. നമ്മുടെ മക്കളെ എന്തെങ്കിലും പ്രൈസ് കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് ചിലപ്പോൾ ചെറിയ ഒന്നായിരിക്കാം, ചിലപ്പം എന്തെങ്കിലും ഒരു ചെറിയ റെക്കഗ്നീഷൻ ആണെങ്കിൽ പോലും നമ്മൾ അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അത് ആ ഒരു കുട്ടിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു അംഗീകാരമാണ്. ആ കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയൊരു സന്തോഷമാണത്. സ്വന്തം ഉമ്മയും ഉപ്പയും ആ ഒരു കുട്ടിയെ അംഗീകരിക്കുക എന്ന് പറയുമ്പോൾ എന്ത് സന്തോഷമുള്ള കാര്യമെന്നറിയാം. എൻ്റെ ഇവ മോള് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അവൾക്ക് ഡാൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഡാൻസിനൊക്കെ ട്രോഫിയൊക്കെ കിട്ടുന്ന സമയത്ത് അവൾ കൊണ്ട് കാണിച്ചിരുമ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് കാണിക്കാറുള്ളത്. സത്യത്തിൽ ചെറിയ ക്ലാസ്സിലാണ്, അതുപോലെ തന്നെ ഡാൻസാണ്, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണ് മക്കൾ കൊണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ സന്തോഷം നമ്മൾ കാണിക്കുക തന്നെ ചെയ്യണം. അപ്പോഴാണ് കുട്ടികൾക്ക് ഒരു വലിയ അപ്രീസിയേഷൻ കിട്ടുന്ന സമയത്ത്, അപ്പോഴാണ് അവർക്ക് ഒന്നും കൂടെ മികവ് പുലർത്താനുള്ളൊരു തോന്നലുണ്ടാവുക. അപ്പോൾ സ്റ്റഡീസിൻ്റെ കാര്യത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു മാർക്ക് കാണിച്ചു തരുന്ന സമയത്ത് അടിപൊളിയായിട്ടുണ്ട് വാവ് എന്ന് പറഞ്ഞാൽ കുട്ടീനെ അഭിനന്ദിക്കുക. അതല്ലാതെ 10ൽ 9 മാർക്ക് കിട്ടിയ ഒരു കുട്ടിയോട് നീ എൻ്റെ 1 മാർക്ക് കൊണ്ടുപോയി കളഞ്ഞു എന്ന് പറഞ്ഞ് ചെവി പിടിക്കുന്നതിന് പകരം അടിപൊളി നന്നായി ഉണ്ടെന്ന് പറഞ്ഞാൽ കുട്ടിയുടെ പുറത്ത് 2 കൊട്ടി കഴിഞ്ഞാൽ അത്രയ്ക്കും സന്തോഷം ഉണ്ടാവും. ഒരു കുട്ടിയുടെ കാര്യം ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്കും സന്തോഷം ഉണ്ടാവും. കാരണം നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തു നിന്നുള്ള ആളുകൾ കൊടുക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ സന്തോഷവും പരിഗണനയും ഒക്കെ ആ ഒരു കുട്ടിക്ക് കിട്ടേണ്ടത് വീട്ടിൽ നിന്ന് തന്നെയാണ്. ഉമ്മയുടെയും ഉപ്പയുടെയും അടുത്ത് നിന്ന് സന്തോഷം, സ്നേഹം, പരിഗണന ഒന്നും കിട്ടാത്തപ്പോഴാണ് കുട്ടികൾ പുറത്ത് പോയിട്ട് അത് തേടുന്നത്. അപ്പം അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കരുത്. മക്കളെ ചേർത്ത് പിടിക്കുക, അതുപോലെ തന്നെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, അവരെ അംഗീകരിക്കുക, അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കുക, ഇതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ഈ ചാച്ചുവിൻ്റെ ഒരു വീഡിയോ കണ്ട സമയത്ത് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയണമെന്ന് എനിക്ക് തോന്നി. കാരണം ഞാനും 2 മക്കളുടെ പേരൻ്റാണ്. അപ്പോൾ ഈ പേരൻറ്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ വളർത്തുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സ്കില്ലാണ്, ഒരു ആർട്ടാണ്. പലപ്പോഴും നമ്മളെ മാതാപിതാക്കളിൽ കണ്ടിട്ടുള്ള പല തെറ്റുകളും ഞാനത് ആവർത്തിക്കില്ല എന്നൊക്കെ നമുക്ക് തോന്നും. എങ്കിൽ കൂടെ ചിലപ്പോൾ നമ്മൾ അവരെക്കാൾ വലിയ ടോക്സിക് ആയിട്ടുള്ള പേരൻസായി ചിലപ്പോൾ മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പേരൻറ്റിങ്ങിനെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാം, അതിനെക്കുറിച്ചൊക്കെ പഠിക്കുക. കാരണം ഇന്നത്തെ കാലത്തെ കുട്ടികൾ, ആൽഫ ജനറേഷനിലെ കുട്ടികളൊക്കെ വളർത്തുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സാധാ കുട്ടികളെ വളർത്തുന്ന പോലെയല്ല, അവരെ വളർത്തുന്നത് കുറച്ചധികം പ്രയാസമാണ്. കാരണം ഇന്നത്തെ കാലത്തെ കുട്ടികൾ എന്ന് പറയുമ്പോൾ അവർ ഇൻ്റർനെറ്റ് യുഗത്തിൽ ജനിച്ചിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ അവരെ നല്ല രീതിയിൽ കെയർ ചെയ്യുക, അവർക്ക് വേണ്ട രീതിയിലുള്ള പരിഗണനകൾ കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും പ്രയാസമുള്ള കാര്യമാണ്. കാരണം കുട്ടികൾ ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ആവില്ല അവർ വളരുന്നുണ്ടാവുക. നമ്മൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത്രത്തോളം അവർ പിറകിലേക്ക് മാറിപ്പോകും. അപ്പോൾ അതെല്ലാം മാതാപിതാക്കളുടെ കയ്യിലാണ് എങ്ങനെയാണ് കുട്ടികളെ വളർത്തേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ വളരെ നല്ല നിലയിൽ വളർത്തി നല്ല സ്നേഹവും നല്ല പരിഗണനയും അതുപോലെ തന്നെ നല്ല ബഹുമാനവും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ കുട്ടികൾക്ക് ബഹുമാനം കൊടുക്കണോ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ തോന്നിയേക്കാം. കുട്ടികൾക്കും നമ്മൾ ബഹുമാനം കൊടുക്കണം. കാരണം കുട്ടികളെന്ന് പറയുന്നത് അവരും ഇൻഡിവിജ്വൽസാണ്, മനുഷ്യന്മാരാണ്, അവർക്കും വ്യക്തിത്വമുണ്ട്. അപ്പോൾ അവരുടെ വ്യക്തിത്വം ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മളൊന്നും ചെയ്യരുത്. കുട്ടികളെ വേറെയുള്ള കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് അപമാനിക്കുക, തല്ലുക, അങ്ങനെയൊന്നും ചെയ്യരുത്. അപ്പോൾ അവരെ മാക്സിമം എൻ്റെ മകൻ നല്ലതാണ്, എൻ്റെ മകൾ അടിപൊളിയാണ്, അവൾക്ക് നല്ല മാർക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുക. എല്ലാവരുടെ മുന്നിൽ വെച്ച് പ്രോത്സാഹിപ്പിക്കുമ്പോൾ അത് ആ കുട്ടിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പം അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെ ആവുമ്പോൾ കുട്ടികൾ വളരെ നല്ല രീതിയിൽ തന്നെ വളർന്നു വരും. അപ്പോൾ ചാച്ചുവിന് എന്താണെങ്കിലും 1000 അഭിനന്ദനങ്ങൾ. കാരണം ഇത് ഉപ്പയില്ലാതെ ഉമ്മ ഒറ്റക്ക് നോക്കി വളർത്തിയിട്ടും ആ ഒരു കുട്ടിക്ക് ഇത്രയും അക്കാഡമിക്സിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ എക്സൽ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ
അത് അപ്രീഷിയേറ്റബിൾ ആയിട്ടുള്ള വലിയൊരു കാര്യം തന്നെയാണ്. എന്താണെങ്കിലും മകന് മാത്രമല്ല ഉമ്മ ഷാജിദയ്ക്കും ഒരുപാട് അഭിനന്ദനങ്ങൾ. കാരണം മക്കളെ ഈ ഒരു രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അതിന് ഒരുപാട് എഫേർട്ട് വേണം, ഒരുപാട് ധൈര്യം വേണം. കാരണം ഉപ്പയില്ലാതെ ഒറ്റയ്ക്ക് മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ പ്രയാസം അത് ഇല്ലാത്ത ആളുകൾക്ക് തന്നെ മനസ്സിലാവുള്ളൂ. അവർക്ക് യാതൊരു രീതിയിലുള്ള കുറവ് കാര്യങ്ങളൊന്നും വരുത്താതെ വളർത്തിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വളരെ മികവുറ്റൊരു കാര്യം തന്നെയാണ്. അതിന് ഷാജിദക്കും ഒരുപാട് അഭിനന്ദനങ്ങൾ. അപ്പോൾ ഇത്രയ്ക്ക് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. നിങ്ങൾക്ക് എന്താണ് ഈ മോനെ കണ്ടിട്ട് തോന്നുന്നത് എന്ന് പറയാം. നിങ്ങളുടെ അഭിനന്ദനങ്ങളെല്ലാം വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.